എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴുത്ത തക്കാളിക്ക എങ്ങനെ കറി വെക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ സാധാരണയായി എല്ലാ വീടുകളിലും പഴുത്ത തക്കാളിക്ക വാങ്ങി കറി വെക്കാറുണ്ട്. ഈ കറി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതിനു മുമ്പായി എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. പിന്നെ ഇത് എങ്ങനെയാണ് കറി വെക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ നിസ്സാരമായി നമ്മളിതിനെ തള്ളിക്കളയരുത്. കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നന്നായി ചോറ് ഉണ്ണും. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 പഴുത്ത തക്കാളി, ഒരു സവോള, 10 കൊച്ചുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 2 കറിവേപ്പില. ഇതെല്ലാം നമുക്കൊന്ന് നന്നായി അരിഞ്ഞെടുക്കാം. ഇത് അരിയുന്നത് മുഴുവൻ എടുക്കാൻ പോയാൽ സമയം ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ടാണ് ഞാനിത് ഓടിച്ചു വിടുന്നത്. കൊച്ചുള്ളിയെല്ലാം നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം. ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ഇട്ട് കൊടുക്കാം. കൂടെ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 10-12 കൊച്ചുള്ളി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ അരച്ചാണ് ഇത് കറി വെക്കുന്നതെങ്കിൽ ആ സമയം അതിലേക്ക് പെരിഞ്ജീരകമൊക്കെ ചേർത്ത് അരച്ചാൽ മതിയാകും. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ആവശ്യമായ കറിവേപ്പില കൂടി ഈ സമയം ചേർക്കാം. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ചെറുതാണ്, അതുകൊണ്ടാണ് 2 തണ്ട് എടുത്തിരിക്കുന്നത്. ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നു. ഇതിനാവശ്യമായ ഉപ്പ് ഈ സമയം ചേർക്കേണ്ടതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 2.5 ടീസ്പൂൺ പൗഡർ എടുക്കുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. രണ്ടര ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിലൊന്ന് ചാലിച്ചെടുക്കാം. ശ്രദ്ധിക്കുക, തിളച്ച വെള്ളമായിരിക്കണം നമ്മളിതിനായിട്ട് എടുക്കേണ്ടത്. തണുത്ത വെള്ളം എടുക്കരുത്. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ കട്ടകളൊക്കെ ഒന്ന് നമുക്ക് നന്നായി ഉടച്ചെടുക്കാം.
ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി കോക്കനട്ട് പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കറി ഒന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പൊക്കെ നമുക്കൊന്ന് ഇതിലേക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ഇത് നന്നായി തിളയ്ക്കരുത്. ഇത് ചെറു ചൂടാകുമ്പോൾ തന്നെ വാങ്ങേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറി വെന്തതിന് ശേഷം അല്പം കറിവേപ്പില ഇട്ട് അടച്ചു വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ അതിലായിക്കോളും. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. സൺഫ്ലവർ ഓയിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിക്കാം. കൂടെ 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് ചെറുതായി കീറിയത് ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇരിക്കണം. ഈ താളിപ്പിൻ്റെ സ്മെല്ലും ഈ കറിവേപ്പിലയും മുളക് കടുക് ഇതെല്ലാം ഇതിനകത്ത് ഇതിൻ്റെ സ്മെല്ലെല്ലാം ഒന്ന് ആയി വരണം. താളിച്ചാൽ ഉടൻ തന്നെ നമ്മൾ ഈ കറി എടുത്ത് ഉപയോഗിക്കരുത്. 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് ഇതെല്ലാം ഇതിൻ്റെ സ്മെല്ലെല്ലാം ഇതിലായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. മറ്റൊരു കറി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി കൂട്ടി തന്നെ ചോറ് കഴിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. നാളെ ഇതേ സമയം നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത്.
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. നാളെ ഇതേ സമയം വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.